കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി എല്ലാവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ചിന്തിച്ച തിരുവചന ഭാഗം നമുക്കത് മുഴുപ്പിക്കുവാൻ കഴിഞ്ഞില്ല, ലൈവിൽ പ്രശ്നമുണ്ടായിരുന്നു. ഇന്ന് രാത്രി അത് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ പിന്നെയും ദൈവം ഇടയാക്കി തീർക്കട്ടെ. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിനെ കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗമാണ് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവർ നമുക്ക് വേണ്ടി നല്ലതൊന്നും കരുതുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കരുതുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, നാം ദൈവത്തെ ആഴമായി വിശ്വസിക്കണം. വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്ന ദൈവത്തെ നാം അതേപോലെ അവരുടെ വചനങ്ങൾ നാം അനുസരിക്കുന്നവരും ആയിരിക്കണം. എബ്രായർ 11-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നാം നോക്കണം. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. വിശ്വസിക്കണം, അനുസരിക്കണം, യേശുവിനെ മാത്രം, വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ മാത്രം നാം നോക്കണം. നാം യേശുക്രിസ്തുവിനെ നോക്കിയാൽ, ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗം ഇതാണ്, യേശുക്രിസ്തുവിനെ നാം നോക്കിയാൽ നിശ്ചയമായി അവൻ നമ്മെ കൈ പിടിച്ച് നടത്തുവാനിടയായിത്തീരും. സ്തോത്രം, അല്ലെങ്കിൽ കൈ പിടിച്ച് നമ്മെ നടത്തുവാനിടയായിത്തീരും. വിശ്വാസത്തിന്റെ നായകന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മെ കൈ പിടിച്ചു നടത്തുന്നു. സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം എന്റെ പാതയ്ക്ക് പ്രകാശവും എന്റെ കാലിന് ദീപവുമാകുന്നു. അപ്പോ നമ്മെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 31:15 ദൈവം ഇങ്ങനെ ഭാഗത്തിൽ വായിക്കുന്നു, എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ നായകനാക്കി വെക്കണം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമ്മുടെ ഗതികൾ ദൈവത്തിന്റെ സ്തുതി, എന്റെ കാലഗതികൾ, അതായത് എന്റെ പ്രാണൻ, എന്റെ സമയം, എന്റെ ജീവിതം ആരംഭം തുടങ്ങി ഒടുക്കം വരെയുള്ള സമയങ്ങൾ മുഴുവനും ഇതെല്ലാം ഇരിക്കുന്നത് ദൈവത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ട് എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തെ പൂർണ്ണമായി നടത്തുവാൻ വിശ്വാസത്തിന്റെ നായകനായ യേശുവിന്റെ കൈകളിലേക്ക് കൊടുക്കുവാനിടയായിത്തീരണം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ദൂത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ കാലഗതി ഇരിക്കുന്നത് മന്ത്രവാദിയുടെ കയ്യിലല്ല, എന്റെ കാലഗതി ഇരിക്കുന്നത് ആഭിചാരകന്റെ കയ്യിലല്ല, എന്റെ കാലഗതികൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ശുദ്രക്കാരന്റെ കയ്യിലല്ല, എന്റെ കാലഗതികൾ നിർണയിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ല, എന്റെ കാലഗതികൾ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, എന്റെ കാലഗതികൾ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഒരു ആത്മീയ നേതാക്കന്മാരുമല്ല. ഇന്ന് രാത്രി എന്റെ കാലഗതികൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൈകളിലാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈകളിലാണ് നിന്റെ കാലഗതി ഇരിക്കുന്നതെങ്കിൽ അവൻ നിന്റെ കൈക്ക് പിടിക്കുന്നതാണ് അത്യുത്തമം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും അവകാശം കൊടുക്കാതെ വണ്ണം ദൈവം നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കൈകളിൽ ആയതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എന്റെ ദൈവത്തിന് അറിയാം എവിടെയൊക്കെ എന്നൊക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്യണമോ അതെല്ലാം എന്റെ ദൈവം എനിക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ നന്മകളും അവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവനെ അവിടെ നിന്ന് വിളിച്ചു പോയിരിച്ചത്. അതുകൊണ്ട് രാത്രിയിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകത്തിൽ ആരാധിക്കുന്ന, യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു ദൂത് പറയാ, നിന്റെ കാലഗതികൾ ദൈവത്തിന്റെ കൈകളിലാണ്. ഒരുപക്ഷെ നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞു കാണും, നിന്റെ ജീവിതം ഇതോടെ തീർന്നു, നിന്റെ രോഗമുണ്ടല്ലോ അതോടെ തീർന്നു, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം ഇതോടെ നശിച്ചു, നിന്റെ തലമുറയുടെ ഭാവികളും ഇതുപോലെ തീർന്നു, നിന്റെ കുടുംബജീവിതം നശിച്ചു പോയി, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അയ്യോ നിനക്ക് സംഭവിച്ചല്ലോ എന്ന് തലയിൽ വെച്ചൊരു ശാപം പോലെ ഒരുപക്ഷെ നിന്റെ മുഖത്ത് നോക്കി നിന്റെ രക്തബന്ധങ്ങളോ നിന്നെ അറിയാവുന്നവരോ നിന്റെ ദേശക്കാരോ നിന്റെ ഗതി കണ്ടിട്ട് പറഞ്ഞു കാണാം. എങ്കിൽ രാത്രി നീ വിശ്വസിക്കാൻ, എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്നു.
ഇരിക്കുന്നു. ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. സദൃശ്യവാക്യം 21-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: രാജാവിന്റെ ഹൃദയം യഹോവയുടെ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോടുകൾ പോലെ ഇരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അത് തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈകളിൽ എന്തുകൊണ്ടാണ് പിടിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവം എന്റെ കൈ പിടിച്ചു നടത്തേണ്ടത് ചോദിച്ചാൽ, ദൈവത്തിന് എന്റെ വഴികളെ തിരിച്ചു വിടുവാൻ കഴിയും. ശത്രു എനിക്കെതിരെ കയറി വന്നാൽ ആ വഴിയിൽ അകപ്പെടാതെ വേണം എന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇത് രാത്രിയിൽ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നു. അത് നീർത്തോടുകൾ പോലെ. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു, ഒരു നദിയെ തിരിച്ചുവിടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു കടലിനെ തിരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഒരു കായലിനെ തിരിച്ചുവിടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കൈത്തോടിനെ, ഒരു തൂപ്പാ കൊണ്ട് നമുക്ക് തിരിച്ചുവിടാൻ, അത് പെട്ടെന്ന് ചെയ്യുവാൻ കഴിയും. ഇതുപോലെ ദൈവം പറയുകയാണ്, എന്റെ ജീവിതത്തെ, താങ്കളുടെ ജീവിതത്തെ ദിശ മാറ്റി വിടുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് രാത്രി നീ ആരാധിക്കുന്നത്. നീർത്തോടുകൾ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചു വിടുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ദൈവം നമ്മളെ കൈക്ക് പിടിച്ചിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റത്തില്ല, എന്റെ രീതികളിൽ നടക്കാൻ പറ്റത്തില്ല. മറിച്ച് ദൈവം നമുക്ക് വിട്ടുന്ന നീർത്തോട് ചാലുകളിലേക്ക് അവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് നാം മുന്നേറുവാൻ തയ്യാറാകണം. അപ്പോഴാണ് ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ദൈവത്തിന്റെ രാജാക്കന്മാരുടെ വിഷയമല്ല, എന്റെ ദൈവത്തിന്റെ സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ സമയം ഒരു വിഷയമല്ല, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വിഷയങ്ങൾ ഒരു പ്രശ്നമേ അല്ല. മറിച്ച് രാത്രി എന്റെ കാലഗതികളെ, എന്റെ അവസ്ഥകളെ തിരിച്ചു വിടുവാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ കയ്യിൽ എന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് രാത്രി വിശ്വസിക്കുക, എന്റെ ദിശയെ, ഇപ്പോൾ പോകുന്ന ദിശ ഒരുപക്ഷെ നന്മയായില്ലായിരിക്കാം. സങ്കടവും ദുഃഖവും പ്രയാസങ്ങളും കഷ്ടതയും ഇല്ലായ്മയും ഞെരുക്കവും പരിഹാസങ്ങളും നിന്ദകളും അപകീർത്തികളും ഒരുപാട് നിറഞ്ഞ ഒരു വഴിയായിരിക്കാൻ ഇപ്പോൾ ദൈവത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ നാം തിരിച്ചറിയുമ്പോൾ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ഹിതം നാം തിരിച്ചറിയുമ്പോൾ, നീർത്തോടുകൾ പോലെ ദൈവം തനിക്കിഷ്ടമുള്ളതിലേക്ക് തിരിക്കുന്ന ചില സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വരും. ദൈവം നിന്നെ നടത്തുമ്പോൾ എന്നും നിനക്ക് കഷ്ടതയും ദുഃഖവും പ്രയാസവുമല്ല. ഒരു ദിവസം നിന്റെ ദിശയെ എന്റെ ദൈവം തിരിച്ചുവിടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ദിശയെ തിരിച്ചുവിടുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. കരിവേലകത്തിന്റെ ചുവട്ടിൽ മിഥ്യാനിയുടെ കയ്യിൽ ഗോതമ്പ് അകപ്പെട്ടു പോകാതിരിക്കാൻ മുന്തിരിച്ചവത്തിന്റെ കീഴിലിരിക്കുന്ന ഗിദെയോന്റെ ദിശ മാറ്റി വിട്ടവനാണ് സ്വർഗത്തിലെ ദൈവം. അതിനകത്ത് വിശ്വസിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. തന്നെ കുറിച്ച് തന്നെ തനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് വിളിക്കുകയാണ്, പരാക്രമശാലിയായ ഗിദെയോനെ. ഇതിനകത്ത് നിന്റെ ദിശ ദൈവം മാറ്റിവിടാൻ തുടങ്ങുമ്പോൾ നീ അറിയാത്ത ചില മഹത്വങ്ങൾ നിന്റെ അകത്ത് ദൈവം പകർന്നു തരും. സ്തോത്രം. ഗിദെയോൻ അറിയത്തില്ല ഗിദെയോൻ ഒരു പരാക്രമശാലിയാണെന്ന്. പക്ഷെ ദൈവത്തിന് അവനെ ഒരു പരാക്രമശാലിയാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഒരു പക്ഷേ മുന്തിരിച്ചക്കിന്റെ കീഴിൽ ഗോതമ്പ് വിദ്യാരുടെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ സാധാരണ ഒരു വാച്ച്മാന്റെ ജോലി, ഒരു കാവൽക്കാരന്റെ ജോലിയായിരിക്കും നീ ചെയ്യുന്നത്. നീ നിസ്സാരമായി കാണരുത്. നിനക്ക് ദൈവത്തിന്റെ കോളിംഗ് വരാൻ പോവുകയാണ്, ദൈവത്തിന്റെ വിളി നിനക്ക് വരാൻ പോവുകയാണ്. എന്തിനറിയാമോ? ഒരു പരാക്രമ
ശാരീരിക നിലവാരത്തിൽ ദൈവത്തിനെ മാറ്റിക്കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സ്തോത്രം. പടയുടെ പുറകിൽ പോലും നിൽക്കാതെ പാളയത്തിന്റെ അകത്ത് കിടന്ന ഗിദെയോനെ പടയുടെ മുമ്പിൽ ദൈവം കൊണ്ടു നിർത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ചാലുകൾ ദൈവം വെട്ടി തുറക്കുമ്പോൾ നീ അറിയാത്ത മേഖലയിൽ ദൈവം നിന്നെ കൊണ്ടു നിർത്തും. ഹല്ലേലൂയ. 30,000 പേരുടെ നടുവിൽ നിന്ന് അവൻ 300 പേരെ തിരഞ്ഞെടുത്ത് ഗിദെയോനിതാ പടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനൊരു ആർത്തസ്വരം, അവനൊരു ആർത്തിരമ്പുന്ന സ്വരം കേട്ടു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നിന്നെ കൊണ്ടു നിർത്തുന്നത് ദൈവത്തിന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ. ദൈവം അവനെ ഗിദെയോനെ കൊണ്ടു നിർത്തിയ സന്ദർഭത്തിൽ ഗിദെയോന് മനസ്സിലായില്ല ഇതെന്താ സംഭവിക്കുന്നത്. കുടമുടച്ച് പന്തം തെളിയിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ജയം യഹോവയുടെ പക്ഷത്ത്. രാത്രിയിൽ ആത്മാവിൽ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ വിശ്വസിച്ച് അവന്റെ നിന്നെ പിടിച്ച് അവന്റെ റൂട്ടിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ അത് തട്ടിക്കളയാതെ ദൈവ ഇഷ്ടത്തിന്റെ മുമ്പിൽ നീ നിന്നുകൊടുത്താൽ ദൈവം നിനക്ക് ജയം തരും. ഹല്ലേലൂയ. ഗിദെയോന്റെ ഗതിയെ ദൈവം മാറ്റിയിരിക്കും. രാത്രി നിന്റെ ഗതി നീർത്തോടുകൾ പോലെ തിരിച്ചു വിടുക എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മായിയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ യേശുവിനെ മുഖം കൊടുക്കാതെ മുങ്ങിക്കളഞ്ഞ പത്രോസിനെ ആമേൻ ഗലീല കടലിൽ വെച്ച് യേശു പൊക്കി. പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവന്റെ പടകിൽ ഇറങ്ങി വലയെടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, വല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു അവൻ ചോദിക്കാതെ ഗിദെയോന് പത്രോസിന്റെ പടകിൽ കയറി. ഇന്ന് രാത്രി നിന്റെ ഗതി മാറ്റുവാൻ എന്റെ യേശു വന്നേ മതിയാവും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഗതിയില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ ഗതിയെ മാറ്റാൻ, നിന്റെ ഗതിയെ തിരിച്ചു വിടുവാൻ യേശു പടകിൽ വരണം. ഇതുവരെയും ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാതെ ജീവിതത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് യേശുവിനെ സെല്ല നിന്റെ കർത്താവും നായകനുമായി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം കൊടുത്താൽ യേശുവിന്റെ പടകിൽ കയറി അത്ഭുതങ്ങളും ചെയ്യും. സ്തോത്രം. യേശു ചോദിക്കാതെയാണ് പത്രോസിന്റെ പടകിൽ കയറിയത്. എന്ത് അത്ഭുതം നോക്കി. യേശു ഒരുവന്റെ പടകിനകത്ത് വന്നാൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളൊക്കെ എന്തെയാണ് യേശു അവരെ ഉപദേശിച്ചത്. ഈ ലോകത്ത് നിന്നെ നന്നാകാൻ ഉപദേശിക്കുന്ന ആർക്കും പറ്റത്തില്ല. ഈ ലോകത്തിൽ നീ നന്നാകാനായിട്ട് ഉപദേശിക്കുന്ന ആരും നീ ഗതിപിടിക്കാനല്ല നിന്നെ ഉപദേശിക്കുന്നത്. നീ മഹാപൊളിയായതുകൊണ്ട് നിന്നെ ഉപദേശിക്കുന്നു എന്നുള്ളൊരു ക്രെഡിറ്റ് എടുക്കാണ് നിന്നെ ഉപദേശിക്കുന്നത്. ഇതേ വ്യക്തികൾ നീ നന്നായി കഴിഞ്ഞാലോ യേശു അങ്ങനല്ല. നിന്റെ പടകിൽ കയറിയാൽ നിന്നെ ഉപദേശിക്കുന്നത് നിന്റെ ജീവിതത്തിൽ അവന്റെ മഹിമകൾ വെളിപ്പെടുവാൻ തക്കം അത് കാണുവാനാ നിന്നെ ഉപദേശിക്കുന്നു. യേശുവിനെ ഉപദേശിച്ചു. ആ പടകിൽ പത്രോസിനോട് പുരുഷാരത്തോട് ഉപദേശിച്ചുകൊണ്ടിരിക്കെ യേശു അവന്റെ ശൂന്യത കണ്ടു. കർത്താവ് പറഞ്ഞു വലയെടുത്ത് എറിയാൻ പറഞ്ഞു. ശ്ലോകം. ഹല്ലേലൂയ. പത്രോസിന്റെ മറുപടി ഇതാണ്, അതാ കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, എങ്കിലും നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയെറിയാം. സ്തോത്രം. നായകൻ നിന്റെ കൈക്ക് പിടിച്ചാൽ, നായകൻ നിന്റെ ദിശ മാറ്റാൻ തുടങ്ങിയാൽ, സ്തോത്രം. ഹല്ലേലൂയ. ശൂന്യമായി ഇന്നലെ പിടിച്ച വലയുടെ കഥ പറയാനല്ല എന്റെ ദൈവം നിന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്. ഇന്നുകളിൽ നിറയപ്പെട്ട വലയുമായി പടക് വലിച്ചു കയറ്റുവാൻ, സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായവനാണ്. ഇന്നലെയുടെ ശൂന്യതയുടെ കഥ പറയാനല്ല യേശു നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത്, നിന്റെ പടകിനകത്ത് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഒത്തിരി പേർ ഇന്നലകളുടെ ശൂന്യത പറഞ്ഞ് സങ്കടപ്പെടാറുണ്ട്, ഇന്നലകളുടെ ശൂന്യത പറഞ്ഞ് അവൻ വേദനപ്പെടാറുണ്ട്, ഇന്നലകളുടെ ശൂന്യത പറഞ്ഞ് ദൈവത്തെ വിശ്വാസം തള്ളി പറഞ്ഞ് പോകാറുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. യേശുവിന്റെ പടകിൽ വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ദിശ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നലകളുടെ നിരാശയുടെ കഥ പറഞ്ഞിരിക്കാനല്ല, ഇന്നലകളിൽ നാളെ അടുത്ത സെക്കൻഡുകളിൽ നിനക്ക് വെളിപ്പെടാൻ പോകുന്ന ദൈവിക മഹത്വത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യത്തിനാകുവാൻ സ്വർഗ്ഗത്തിനെ ഉപയോഗിക്കാൻ പോകുകയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞതനുസരിച്ച് പത്രോസ്
നമുക്കും അറിയാം, വല നിറയെ മീൻ ലഭിച്ചു. അത് കണ്ടിട്ട് പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു. അതാ പാപിയായ ഒരു മനുഷ്യൻ എന്നെ വിട്ട് പോണവേ, മോനെ, ഞാൻ വന്നതിന്റെ പടകിൽ വന്നത് നിന്റെ ഇപ്പോഴത്തെ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ വിട്ടുപോകാനല്ല, നിന്നെ എന്റെ മാറോട് വയ്ക്കാനാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ തൂത് പറയാം, നിന്റെ ദിശ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നിനക്ക് അനുതാപം ഉണ്ടാകും. നീ നിന്റെ ജീവിതത്തിൽ നീ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. മറിച്ച് യേശു നിനക്ക് മറ്റൊരു ദൂത്, നീ എന്റെ മാറോട് ചേർന്നിരുന്നു, എന്റെ കൂടെ വാ. ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പത്രോസിനോടുകൂടെ അവൻ യോഹന്നാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് യാക്കോബിന്റെ കൂടെ, ഇന്ന് രാത്രി ഞാൻ പറയാം, പത്രോസിനോടുകൂടെ ഒരു കൂട്ടം ജനത യേശുവിനെ പിൻഗമിക്കുകയാണ്. നിന്റെ ദിശ മാറണം കേട്ടോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ദൂത് പറയാം, നിന്റെ ദിശയെ നീർത്തോടുകൾ പോലെ ദൈവത്തിന് തിരിക്കുവാൻ കഴിയും. ഗിദിയോന്റെ ജീവിതത്തിൽ ദൈവം അവന്റെ ദിശയെ മാറ്റി. പത്രോസിന്റെ ജീവിതത്തിൽ യേശു അവന്റെ ദിശയെ മാറ്റി. ഒരിക്കൽ അപ്പന്റെ ഇളയ മകൻ ആളുകൾ മേയിച്ച് വനാന്തരത്തിൽ കിടക്കിയ ദൈവത്തിന് സ്തോത്രം. ആടുകൾ മേച്ച് വനാന്തരത്തിൽ കിടക്കിയ തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ശൗലിന്റെ പട്ടാളത്തിൽ ആർമിയില് നല്ല ഉദ്യോഗസ്ഥനായിട്ട് നല്ല ജോലിയൊക്കെ നോക്കി സമൂഹത്തിൽ മാന്യതയോടെ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇടയ്ക്ക് സഹോദരനോട് ചോദിക്കും, നിങ്ങളുടെ ഇളയ സഹോദരനുണ്ടല്ലോ ദാവീദ്, അവനെന്നെ പരിപാടി, അവനെ വേറെ പരിപാടിയില്ല, അവനിങ്ങനെ അപ്പന്റെ ആടുകളൊക്കെ മേച്ചിങ്ങനെ നടക്കാനല്ലാതെ അവനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ സഹോദരങ്ങളൊക്കെ ഒരു പരുവത്തിൽ സഹോദരനെ നിന്ദിച്ചും പരിഹസിച്ചും അവന്റെ ഗതി കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇശ്രായേലിന്റെ വീട്ടിൽ ഇസ്രായേലിന്റെ വലിയ പ്രവാചകൻ ശമൂവേൽ തൈലക്കൊമ്പുമായി വന്നു. ഈ വലിയ പ്രവാചകൻ ഈ വീടുകൾ വരുന്നിച്ച് ഇത്തിരി പ്രയറാനുള്ള കാര്യമാണ്. പക്ഷെ വീട്ടിൽ വന്നപ്പോ നാട്ടുകാരെല്ലാം നോക്കി ഇശ്രായേലിന്റെ വീട്ടിൽ നോക്കിയാണ് ദൈവത്തിന്റെ സ്തോത്രം ശമൂവേൽ പ്രവാചകൻ പോകുന്നത്. പ്രവാചകൻ വരുന്നെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സന്തോഷത്തിന്റെ വാർത്ത, ഇല്ലെങ്കിൽ ദുഃഖത്തിന്റെ വാർത്ത. ദൈവം കൊടുക്കുന്ന ഈ രണ്ട് കാര്യം പറയാണ് ദൈവത്തിന്റെ സ്തോത്രം പ്രവാചകൻ വരുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാം കൂടെ അയൽവാസികളെല്ലാം കൂടെ ഇങ്ങനെ ഇശ്രായേലിന്റെ വീട്ടിലേക്ക് കണ്ണോടിച്ചു. എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? 8 പുത്രന്മാർ. എന്താ സംഭവിക്കാൻ പോകുന്നത്? നിരാശയുടെ ദൂതാണോ, സങ്കടത്തിന്റെ ദൂതാണോ, സന്തോഷത്തിന്റെ ദൂതാണോ, എന്തൊന്നും അറിയത്തില്ല. എന്തായാലും പ്രവാചകൻ ഇശ്രായേലിന്റെ വീട്ടിൽ വന്ന് അവൻ മുറ്റത്തെ കൂടെ നിന്നു. എന്നിട്ട് ഇശ്രായേൽ വിളിച്ചു, പിന്നെ വെളിയിലോട്ട് ഇറങ്ങി വന്നെന്ന് ചോദിച്ചു, നിന്നെ മക്കളെല്ലാം കൂടെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കി. ഇവരെല്ലാവരും അങ്ങോട്ട് പുറത്ത് ഓരോരുത്തരുടെ പുറത്തേക്ക് ഇറക്കി. ഓരോന്നിനോടും ദൈവം ഇങ്ങനെ ശമൂവേൽ പ്രവാചകൻ മുഖത്ത് നോക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവരൊന്നുമല്ല, ഇവരെ പൊക്കോ തടിയിൽ നോക്കരുത്, അതൊന്നുമല്ല. 7 എണ്ണത്തിന് തടഞ്ഞു വിട്ടു. ശമൂവേൽ പ്രവാചകൻ അടുത്ത ചോദ്യം, ഇനി നിന്റെ വീട്ടിൽ പുത്രന്മാരായിട്ട് ആരുമില്ലേ? അപ്പൊ ഇശായി പറഞ്ഞു, ഒരുത്തനുണ്ട്, അവൻ എപ്പോഴും വീട്ടിലൊന്നുമല്ല, വല്ലപ്പോഴും എത്തത്തുള്ളൂ, എന്റെ ആടുകളെ മേയിച്ച് വനാന്തരങ്ങളിലായിരിക്കും. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ കാര്യം, എങ്കിൽ അവൻ വന്നിട്ട് ഞാൻ പന്തിയിൽ ഭോജനത്തിലിരിക്കുകയുള്ളൂ. രാത്രി ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദാവീദിന്റെ ഗതി മാറ്റിവിടുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ പ്രവാചകനെ തേടിപ്പോയില്ല, ദൈവം പ്രവാചകനെ വീട്ടിൽ അയച്ചു. നിന്റെ ഗതി മാറാൻ പ്രവാചകന്മാരെ തേടി പോണ്ട. നിന്റെ ഗതി മാറ്റാൻ ദൈവം ചില പ്രവാചകന്മാരെ നിന്റെ ഭവനത്തിലേക്ക് അയക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിനോ ആളുകളെ ദാവീദിനെ വിളിച്ചു വരുത്തി. ദാവീദ് ദൂരത്ത് നിന്ന് വരുന്നവേ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് ദൈവം പറഞ്ഞ ചെല്ല്, അവന്റെ പൊക്കമോ അവന്റെ നിറമൊന്നും നോക്കണ്ട, ഞാൻ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അവൻ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് ദാവീദിന്റെ തലയിൽ ഒഴിച്ച് അവൻ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ഗതി മാറിയോ? അഭിഷേകം എന്ന തലയിൽ വീണോ അന്ന് മുതൽ 20 വർഷം ദാവീദ് ഓട്ടം. കുന്നുകളിലും പർവ്വതങ്ങളിലും അയൽ രാജ്യങ്ങളിലും
ഒക്കെ ഓടി ഓടി ദാവീദ് ഓടി ഓടി 20 വർഷം അവന്റെ ഗതിയെ മാറ്റിയിട്ടും അതിനെ ഉറപ്പിക്കാതെ വണ്ണം ശത്രു പോരാടി. പക്ഷേ 20ാമത്തെ വർഷം ദൈവം ദാവീദിന്റെ രാജത്വത്തെ ഹെബ്രോനിൽ വെച്ച് ഉറപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രി നിന്റെ ഗതിയെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിന്റെ പേരിൽ സ്നേഹമുണ്ട്, ദൈവത്തിന് നിന്റെ പേരിൽ കരുണയുണ്ട്, ദൈവത്തിന് നിന്റെ ദിശ മാറ്റിവിടുവാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ചെയ്തു നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും പോരാടി നീ പ്രയത്നിച്ച് നിനക്കൊരു ദിശാബോധമില്ലാതെ മുന്നോട്ട് പോവുകയാണോ? സ്വർഗത്തിന് രാത്രി വിളിച്ചു പറയാനുള്ളത് നിന്റെ ഗതിയെ മാറ്റാൻ എന്റെ ദൈവത്തിന്റെ കഴിയും. നിന്റെ ദിശയെ നീ തോന്നുന്ന പോലെ അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുവാൻ അവന് കഴിയും. ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിയാൻ നാം തയ്യാറാകുന്നത്. ഇന്ന് രാത്രി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഗിദെയോന്റെ ദിശയെ മാറ്റിവിട്ട ദൈവം, പത്രോസിന്റെ ദിശയെ മാറ്റിവിട്ട ദൈവം, ദാവീദിന്റെ ജീവിതത്തെ ദിശയെ മാറ്റിവിട്ട ദൈവം, ഇന്ന് രാത്രി എന്റെ ഈ ജീവിതത്തിലെ ദിശയെ അവൻ ദൈവത്തിന് തിരിക്കുവാൻ കഴിയും. നീർത്തോടുകൾ പോലെ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി അവരുടെ സ്ഥാനത്ത് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. യേശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ 1-2 വാക്യം, യേശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ കൈക്ക് പിടിക്കേണ്ടത്? എന്തിനാണെന്ന് പറയാം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുകിപ്പോകാത്തൊരു കൈയാണ് യേശുവിന്റെ കൈ. ഇന്ന് രാത്രി ആലയത്തിന്റെ അകത്തുള്ള കുറുകിയ കൈയുള്ളവളെ സൗഖ്യമാക്കിയവരാണ് യേശു. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ, ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നിന്നെ ഏത് സാഹചര്യത്തിലും പിടിച്ചുയർത്തി ക്രിസ്തു എന്ന പാറയിൽ നിർത്തി നിന്നെ അനുഗ്രഹിക്കാൻ അവൻ മതിയായവനാണ്. ദിശാബോധമില്ലാത്ത നിന്റെ ജീവിതത്തിൽ, ഏത് വഴിയിലേക്ക് തിരിയണമെന്ന് അറിയാത്ത നിന്റെ ജീവിതത്തിൽ യഹോവ അവന്റെ ബലമുള്ള ഭുജമുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വഴി നിന്നെ നടത്തുവാൻ അവൻ മതിയായവൻ. അന്ധത പിടിച്ച ലോകത്തിൽ ക്രിസ്തു എന്ന പ്രകാശത്തിലേക്ക് നാം വന്നെങ്കിൽ അവിടെ കൊണ്ട് തീർന്നില്ല. നിത്യതയത്തോളം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു സംരക്ഷകനായ ദൈവം, നിത്യതയത്തോളം നമ്മെ കൈപിടിച്ച് നടത്തുന്ന സംരക്ഷകനായ ദൈവം. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നമുക്ക് നോക്കാം. ആ യേശു നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ നമ്മെ കൈ പിടിച്ചു നടത്തിയാൽ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. രാത്രി നിന്റെ മുൻപിൽ എല്ലാ വഴികളും അടയപ്പെട്ടിരിക്കാം. ഏത് വഴിയിലൂടെ ഞാൻ പോകണം? ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം, ഒരുപക്ഷെ ഭാവി ജീവിതത്തിലായിരിക്കാം, ഒരുപക്ഷെ ബിസിനസ് മേഖലയിലായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ആത്മീയ ജീവിതത്തിൽ, ദൈവ ശുശ്രൂഷ മേഖലയിൽ, ഏത് മേഖലയിൽ നിനക്ക് സഞ്ചരിക്കണമെന്ന് അറിയത്തില്ലായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവം ഇതില് നീർത്തോടുകളെ തിരിച്ചുവിടുവാൻ എന്റെ ദൈവത്തിന്റെ കഴിയുന്നത് പോലെ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയും. അവന്റെ കൈകളിലോട്ട് നമ്മുടെ കരങ്ങളിൽ നിരാത്തിൽ ബലമായി പിടിക്കുവാൻ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ കൈകളിലേക്ക് നിരാത്രി നിന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുവാൻ നീ തയ്യാറാകാം. ഇതാ ഞാൻ നിന്നെ കൈക്ക് പിടിച്ചിരിക്കുന്നു, വഴി ഇതാകുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ നിരാത്രി ഞാൻ നിങ്ങളോട് ഒരു ദൂത് വിളിച്ചു പറയുന്നു. ഇതാ ദൈവം നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇതാ ദൈവം നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇതാകുന്നു വഴി
ഇന്ന് രാത്രി നിനക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ദിവസങ്ങളാക്കി എന്റെ ദൈവം തീർക്കുവാൻ പോകും. ഇന്ന് രാത്രി ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചാൽ പുതുവാതിലുകൾ തുറന്നു വരുന്നത് കാണാം. ദൈവത്തിന്റെ കൈ നമുക്ക് ഭാരമായിട്ടല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമായി വെളിപ്പെടും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായി വെളിപ്പെടുത്തി നമ്മെ നടത്തുവാൻ സ്വർഗത്തിന്റെ ദൈവം മതിയായവരോട് നിശ്ചയമായി വിശ്വാസത്തിന്റെ നായകനെ നോക്കി യേശു നമ്മളെ കൈക്ക് പിടിച്ച് നിത്യതയോടെ നമ്മെ നടത്തുവാൻ അവൻ ശക്തൻ. അവനെ നമുക്ക് വിശ്വസിക്കാം. അവൻ നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കട്ടെ. അവൻ നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുവെഴുത്തുകളാൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാത്രി